ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വളരെ രസകരമായൊരു യാത്രാവിശേഷത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. യാത്രകൾ എപ്പോഴും പുതിയ സ്ഥലങ്ങളെയും അവിടുത്തെ കാഴ്ചകളെയും മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും കുറിച്ചുള്ള അറിവ് കൂടിയാണ് നമുക്ക് നൽകുന്നത്. ഫിജി ദ്വീപസമൂഹത്തിലെ കടവു എന്ന ദ്വീപിലുള്ള ഒരു വിചിത്രമായ ആചാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ദ്വീപിന്റെ പേര് കണ്ടവു എന്നാണ് ഉച്ചരിക്കാറ്. ഫിജിയുടെ തലസ്ഥാനമായ സുവയിൽ നിന്ന് ഏകദേശം 50 മൈൽ അകലെയാണ് കടവു സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് നമുവാന എന്ന മനോഹരമായൊരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ആചാരമുണ്ട്. എന്താണെന്നറിയാമോ? കടലിൽ നിന്ന് ആമകളെ വിളിച്ചു വരുത്തുന്ന ഒരു ചടങ്ങ്. അതെങ്ങനെയാണെന്നല്ലേ? ഈ ചടങ്ങ് കാണാനായി പോകുന്നവർ ഒരു പാറക്കെട്ടിനു മുകളിൽ കയറി നിൽക്കും. അവിടെ നമുവാന ഗ്രാമത്തിലെ യുവതികൾ ഒത്തുചേർന്ന് ഒരു പ്രത്യേകതരം പാട്ടുപാടാൻ തുടങ്ങും. അവർ പാട്ടുപാടുന്നതിനനുസരിച്ച് ഭീമാകാരമായ ആമകൾ ഒന്നൊന്നായി കടലിലെ വെള്ളത്തിനു മുകളിലേക്ക് പൊങ്ങിവന്ന് ആ സംഗീതം കേൾക്കാൻ കിടക്കും. ഇത് വെറുമൊരു കെട്ടുകഥയല്ല, യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രദേശത്തെ കടലിൽ ആമകളെ പിടിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചടങ്ങിനൊരു പ്രത്യേകതയുണ്ട്. തൊട്ടടുത്തുള്ള നബുക്കേലേവു എന്ന ഗ്രാമത്തിലെ ആരെങ്കിലും അവിടെയുണ്ടെങ്കിൽ ആമകൾ വെള്ളത്തിനു മുകളിലേക്ക് വരില്ല. അതോടെ ചടങ്ങ് ഉപേക്ഷിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ആചാരത്തിനു പിന്നിൽ ഒരു പഴയ ഐതിഹ്യമുണ്ട്. പണ്ട് നമുവാന ഗ്രാമത്തിൽ ടിനെയ്കൊബോഗ എന്ന സുന്ദരിയായ ഒരു രാജകുമാരിയും അവരുടെ മകൾ റൗഡലീസും ജീവിച്ചിരുന്നു. അവർ പതിവായി മീൻ പിടിക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം അവർ ദൂരെ മീൻ പിടിക്കാൻ പോയപ്പോൾ നബുക്കേലേവു ഗ്രാമത്തിലെ ക്രൂരരായ യോദ്ധാക്കൾ അവരെ പിടികൂടി. അവരുടെ കൈകളും കാലുകളും വള്ളികൾ കൊണ്ട് ബന്ധിച്ച് വഞ്ചിയിൽ കിടത്തി സ്വന്തം ഗ്രാമത്തിലേക്ക് വേഗത്തിൽ യാത്ര തുടങ്ങി. സ്ത്രീകൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അപേക്ഷിച്ചെങ്കിലും യോദ്ധാക്കൾ കേട്ടില്ല. എന്നാൽ കടലിന്റെ ദേവന്മാർ ദയയുള്ളവരായിരുന്നു. പെട്ടെന്നൊരു വലിയ കൊടുങ്കാറ്റുണ്ടാവുകയും വഞ്ചി വൻ തിരമാലകളിൽ അകപ്പെടുകയും ചെയ്തു. ആമകളായി മാറിയ ആ 2 സ്ത്രീകളെ കണ്ട് അമ്പരന്നുപോയ യോദ്ധാക്കൾ അവരെ കടലിലേക്ക് എറിഞ്ഞു. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ കാലാവസ്ഥ സാധാരണ നിലയിലായി. നമുവാനയിലെ ആ 2 സ്ത്രീകൾ ആമകളായി ആ ഉൾക്കടലിൽ ജീവിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമുവാന ഗ്രാമത്തിലെ യുവതികൾ പാട്ടുപാടുമ്പോൾ ആമകൾ വെള്ളത്തിനു മുകളിലേക്ക് വരുന്നത്. ഈ പാട്ടിന്റെ വരികളിൽ നമുവാനയിലെ സ്ത്രീകൾ ദുഃഖാചരണത്തിലാണെന്നും ടിനെയ്കൊബോഗയും റൗഡലീസും ഉപരിതലത്തിലേക്ക് ഉയർന്നു വരണമെന്നും പറയുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം പ്രകടിപ്പിക്കാൻ ധരിക്കുന്ന വസ്ത്രമാണ് ദുഃഖാചരണ വസ്ത്രം. അതുകൊണ്ടാണ് നമുവാനയിലെ സ്ത്രീകൾ ദുഃഖാചരണ വസ്ത്രം ധരിക്കുന്നത്. ഐതിഹ്യങ്ങൾ എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ ഈ പാട്ടുപാടുമ്പോൾ ആമകൾ വെള്ളത്തിനു മുകളിലേക്ക് വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ഈ വിഷയം മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി.